ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 91ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായില്ല. പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. 5 മണിക്കൂർ സർജറിക്ക് ശേഷം ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്തോ ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് തോന്നി. കാരണം ആരും അല്ലാഞ്ഞിട്ട് കൂടെ അവൾക്ക് വേണ്ടി ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ICUവിലേക്ക് കയറി ചെന്ന് എനിക്കായി കാത്തിരുന്നു മറ്റൊരു ഷോക്കായിരുന്നു. വാഹിയെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് ഞാൻ ICUവിൽ നിന്ന് ഇറങ്ങിയത്. അതിന് പിന്നാലെ വന്ന നിന്റെ കോൾ കൂടി ആയപ്പോൾ ഞാനും തകർന്നിരുന്നു. വാഹിക്കും അവളുടെ അച്ഛനും ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണക്കാരൻ ഞാനാണെന്നും നീ പറഞ്ഞപ്പോൾ എന്തുത്തരം നൽകണമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഒരു വാശിയായിരുന്നു, വാഹിയെ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന വാശി. അതിനാണ് ഞാൻ അവളെ ബാംഗ്ലൂരിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്. 2 വർഷം കോമയിലായിരുന്നു. നല്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായി അവൾ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ പഴയതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ അവളുടെ പപ്പയായി, നിന്റെ അമ്മ അവളുടെ അമ്മയായി. ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ ഈ ലോകത്ത് വാഹി ജീവിച്ചിരിക്കുന്ന സത്യം അറിയുള്ളൂ. അവളെ പഴയ വാഹിയാക്കി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് അഭിമാനിച്ചിരുന്നു ശിവ. സ്നേഹിച്ച പെണ്ണ് നഷ്ടപ്പെട്ടിട്ടും അവൾക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നു. അവളെ അന്വേഷിച്ച് ഭ്രാന്തനെ പോലെ അലയുന്നു. അവസാനം അവളെ തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ മരണത്തെ കൂട്ടുപിടിച്ചു. അന്ന് ഞാൻ എന്നോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ എന്നെ കാണാനോ സംസാരിക്കാനോ നീ തയ്യാറായില്ല. പക്ഷെ നീ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു. ഇനി നീ തന്നെ തീരുമാനിക്കേ. ഞങ്ങളിപ്പോൾ ഇറങ്ങും. മോളെ കൊണ്ടൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കേട്ട് ശിവ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. താഴെ പാർക്കിംഗ് ഏരിയയിൽ കാറിലിരിക്കുകയാണ് ശിവ. സത്യ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരുമെന്ന് അവൻ കരുതിയില്ല. സ്വാർത്ഥതയാണെന്നറിയാം, എന്നാലും തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമായി അവൾ വരരുതെന്ന് അവനും ആഗ്രഹിച്ചിരുന്നു. അപ്പോഴും ലോകത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ അവൾ സന്തോഷത്തോടെ ഇരിക്കണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. ശിവ ഓരോന്നാലോചിച്ച് കാറിൻ്റെ സീറ്റിൽ തല വെച്ചിരിക്കുമ്പോഴാണ് ഡാഡിയുടെ കൈ പിടിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സത്യയുടെ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത്. ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് അവൻ മനസ്സിലോർത്തു. അവളുടെ കാർ ഗേറ്റ് കടന്നു പോയതും ശിവയും കാറുമായി പുറത്തേക്ക് പോയി. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം എന്നതുകൊണ്ട് ഡാഡി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവൾ ജീവിച്ചിരിക്കുന്ന കാരണമാണോ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഡാഡി ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? പാർവണിയെ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ജീവനാണവൾ. ശിവ മനസ്സിൽ ഓരോന്ന് ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. വൈകുന്നേരത്തോടു കൂടെ ഡാഡിയുടെ കോൾ വന്നിരുന്നു. 4 ദിവസം നിനക്ക് ഞാൻ ആലോചിക്കാനായിട്ട് തരും. എന്നിട്ട് നീ എനിക്കൊരു മറുപടി തരണം. എനിക്ക് ഉചിതമായ ഒരു മറുപടി ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണ. അത് പറഞ്ഞ ഡാഡി കോൾ കട്ട് ചെയ്തു. ഇല്ല, എനിക്ക് അതിന് കഴിയില്ല. പാർവണി അല്ലാതെ മറ്റൊരു പെണ്ണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ മനസ്സും ശരീരവും കൊടുത്ത് പ്രണയിച്ചവളാണവൾ. ശിവ ഒന്നാഞ്ഞ് ശ്വാസം വലിച്ച് ചെയറിലേക്ക് കടന്നു. കണ്ണടയ്ക്കുമ്പോൾ ചിരിക്കുന്ന പാർവണിയുടെ മുഖം മാത്രമാണ് മനസ്സിൽ തെളിയുന്നത്. സത്യ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന സത്യം അവൾ അറിയുമ്പോൾ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ശിവയ്ക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. സത്യയ്ക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടരുതേ എന്ന് അവൻ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിരുന്നു. ഡാഡി പറഞ്ഞ 4 ദിവസം കഴിഞ്ഞു. രാവിലെ തന്നെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞ ഡാഡിയുടെ കോൾ വന്നിരുന്നു. ഒരു ഭാഗത്ത് പാർവണിയും മറുഭാഗത്ത് സത്യയും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവൻ്റെ ഉറക്കം കെടുത്തിരുന്നത് ഇവർ തന്നെയാണ്. എങ്കിലും 2 പേരും തമ്മിലുള്ള ത്രാസിൽ പാർവണിയുടെ തട്ട് താണ് തന്നെയാണ് ഇരുന്നത്. അവൾ അവൻ്റെ മനസ്സിൽ അത്രത്തോളം വേരിറങ്ങിയിരുന്നു. ശിവ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. ഡാഡി തന്നെ വന്ന് വാതിൽ തുറന്നത്. ശിവ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ തലയ്ക്ക് കൈ കൊടുത്ത് മിണ്ടാതെ ഇരുന്നു. പറവണ്ണ, എന്താ അതിൻ്റെ തീരുമാനം? എനിക്ക് പാർവണിയെ മറക്കാൻ കഴിയില്ല. അവൾ എൻ്റെ ഭാര്യയാണ്. വാട്ട് ആർ യു ടോക്കിംഗ് ശിവ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് പഴയ കാമുകിയിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കഴിയില്ല.
ആ ഈറ പെണ്ണിന് വേണ്ടി നീ എൻ്റെ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുകയാണോ? നിനക്ക് വേണ്ടിയാണ് അവൾ മരണത്തിൽ പോലും തിരിച്ചു വന്നത്. ഞാനും സത്യം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ വിധി തന്നെ ഞങ്ങളെ തമ്മിൽ അകറ്റി. അതേ വിധി തന്നെയാണ് പാറുണെ എൻ്റെ അരികിലെത്തിച്ചതും. അവളെ മറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നീ എന്താടാ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൾ നിന്റെ ആരാടാ? എൻ്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് അവള്. അതിൽ കൂടുതൽ ആരാവണ്ടേ? ഭാര്യ പോലും. അവൾക്ക് ഞാൻ എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാം. അവൾ ഒഴിഞ്ഞു പോയിക്കൊള്ളും. എല്ലാം പണത്തിന്റെ ത്രാസി വെച്ച് തൂക്കുന്ന നിങ്ങളോട് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെയാ? സ്വന്തം ഭാര്യയെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അതിന്റെ വിലയൊന്നും മനസ്സിലാവില്ല. കല്യാണം അതൊരു വാഗ്ദാനാണ്. അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പ്. അല്ലാതെ പരിഹാരം കൊടുത്തിട്ട് ഒഴിവാക്കേണ്ട ഒന്നല്ല. മറ്റുള്ളവരെ കൊന്നതിന്റെ കൂടെ അന്ന് ആ പന്ന മോളെ കൂടെ ഇല്ലാതാക്കണ്ടായിരുന്നു. അന്ന് സഹതാപം കൊണ്ട് വെറുതെ വിട്ടതാണ്. അയാൾ പറയുന്ന കേട്ട് ശിവു ഒരു നിമിഷം മനസ്സിലാവുന്നിരുന്നു. വാഹിയുടെ അവസ്ഥ പതിയെ മെച്ചപ്പെട്ടു വരാൻ തുടങ്ങിയപ്പോ അവളെ ഈ അവസ്ഥയിലാക്കിയ അവന്മാരെ ഓരോരുത്തരെ ഞാൻ ഇല്ലാതാക്കാൻ തുടങ്ങി. ആദ്യം ആ കാറിന്റെ ഓണറായി ചന്ദ്രശേഖർ, പിന്നെ റോയ്, അവസാനം കൂട്ടത്തിൽ ക്രൂരനായി എൻ്റെ മോളെ ദ്രോഹിച്ച അനുരാഗിനെ. നിന്റെ ഭാര്യയുടെ മുന്നിലിട്ടാണ് ഞാൻ അവനെ കൊന്നത്. ഓരോ നിമിഷം വേദന അറിയിപ്പിച്ചിട്ട്, ശരീരത്തിലെ ഓരോ ഭാഗത്തിൽ ആഴത്തി കുത്തി ഇറക്കിയിട്ട്. അതിന് പിന്നിൽ എനിക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അവളെ മാനസികമായിട്ട് തളർത്തുക എന്ന ലക്ഷ്യം. അനുരാഗിനെ ഇല്ലാതാക്കിയപ്പോൾ ഞാൻ നാട്ടിലെത്തിയ സമയത്ത് തന്നെയാണ് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അനുരാഗ് അവളെ തട്ടിക്കൊണ്ടു പോയതും എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ്. ഒരടിക്ക് രണ്ടു പക്ഷികളെ കിട്ടിയ പോലെ. അനുരാഗിനെ കൊല്ലുകയും ചെയ്യാം, ഒപ്പം പാർവണയെ മാനസികമായി തളർത്തി നിന്റെ ജീവിതത്തിൽ എന്നേക്കായി ഒഴിവാക്കുക. പക്ഷെ എൻ്റെ കണക്കൂട്ടുകളെല്ലാം നീ തെറ്റിച്ചു. നിന്റെ സ്നേഹം കൊണ്ട് നീ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതോടെ എൻ്റെ മനസമാധാനം പോയിരുന്നു. എന്തു ചെയ്തിട്ടാണെങ്കിലും എൻ്റെ വാഹിമോൾക്ക് നിന്നെ നേടിക്കൊടുക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു. അതിനുവേണ്ടി അവളെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ കണ്ണ, തറവാട്ടി വെച്ച് നിന്റെ ഭാര്യക്കെതിരെ ഒരു മർഡർ അറ്റംപ്റ്റ്? അതിന് പിന്നെ ഞാൻ തന്നെയായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. എന്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പെടഞ്ഞപ്പോ ഒരു നിമിഷത്തേക്കാണെങ്കിലും എനിക്കെന്റെ വാഹിമോളെ ഓർമ്മ വന്നു. അവളെപ്പോലെ പെൺകുട്ടിയല്ല അവളും. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ്. തന്തയാണെന്ന് നോക്കില്ല, എന്റെ പെണ്ണിന്റെ മേൽ കൈവച്ച് കുഴിച്ചു മൂടി ഞാൻ. ശിവ അലറിക്കൊണ്ട് അയാളുടെ ഷർട്ടിന്റെ കോളറി കയറി പിടിച്ചു. എന്റെ മോക്ക് വേണ്ടി ഞാൻ ആരെയും കൊല്ലും, അയാൾ തന്റെ ഷർട്ടിലെ പിടിപിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് ശിവയുടെ മറ്റൊരു മുഖം കാണാൻ പറ്റും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് ഒന്നും സംഭവിക്കില്ല. അത് പറയുമ്പോ ശിവ ആകെ വിറച്ചിരുന്നു. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല ഞാൻ. അയാൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ശിവ അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അയാൾ നേരെ ചുമരി ചെന്നിടിച്ച് താഴെ വന്നു വീണു. ഇതുവരെ കാണാത്ത മറ്റൊരു ശിവയായിരുന്നു അയാൾ അവിടെ കണ്ടത്. കത്തുന്ന ദേഷ്യത്തോടെ നിൽക്കുന്ന ശിവയുടെ മറ്റൊരു രൂപമായിരുന്നു അവന്റെയും. ക്രോധരൂപിയായ സാക്ഷാൽ മഹാദേവന്റെ. ഹാളിൽ നിന്നുള്ള ബഹളം കേട്ട് പുറത്തേക്ക് വന്ന സത്യ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന ഡാഡിയെയും അവളെ ദേഷ്യത്തോടെ നോക്കുന്ന ശിവയാണ്. അപ്പോഴത്തെ ശിവയുടെ മുഖഭാവം കണ്ട് സത്യം ശരിക്കും ഭയന്നിരുന്നു. അവൾ ഓടി വന്ന് അയാളെ എണീപ്പിച്ചു. എന്നെ പറ്റിയേ? അവൾ കരഞ്ഞോണ്ട് ചോദിച്ചു. നിങ്ങൾ എന്താ എന്റെ പപ്പയെ ചെയ്തേ? അവൾ ശിവയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർത്തു വെച്ചേക്ക്. അവൾക്ക് നേരെ ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ഇതായിരിക്കില്ല എന്റെ പ്രതികരണം. നീ എന്നെ കൊന്നാലും ഞാൻ എന്റെ ലക്ഷ്യം നേടും ശിവ. അത് കേട്ടാൻ ശിവയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. അവൻ അയാളെ ചവിട്ടാൻ കാലുയർത്തിയും സത്യ അത് തടഞ്ഞു. ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോവാൻ! സത്യ കരഞ്ഞുകൊണ്ട് അലറി. ശിവ അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി ടേബിളിന് മുകളിലിരുന്ന ഫ്ലവർ വേസ് എടുത്തു താഴെ എറിഞ്ഞു. ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു വീട്ടിലേക്ക് എത്തിയ ശിവ നിയന്ത്രിക്കാനാവാതെ തന്റെ റൂമിലെ സാധനങ്ങൾ എടുത്ത് ഉടച്ചു. അവൻ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം കടന്നു. പാർവണിയുടെ ചിരിച്ച മുഖം മനസ്സിൽ തെളിയും തോറും അവളെ കാണാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു.
ശിവ ഫോൺ എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. മറ്റന്നാൾ വൈകുന്നേരത്തോടെ വീട്ടിലെത്താം. ഇനി ഒരു നിമിഷം പോലും പാർവണയില്ലാതെ പറ്റില്ല എന്ന് ശിവയ്ക്കും തോന്നിയിരുന്നു. രാവിലെ തന്നെ അവൻ ബാഗെല്ലാം പാക്ക് ചെയ്തു വെച്ചിരുന്നു. രാവിലെ വീട്ടിൽ പോയി അമ്മയെയും മറ്റും കണ്ട് തിരിച്ചു വന്നു. പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ അയാളെ കണ്ട് സംസാരിക്കണമെന്ന് ശിവയ്ക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഫ്ലൈറ്റ് കയറി. കോണിമ്പെല്ലാം അടിച്ചതും സത്യാണ് ഡോർ വന്ന് തുറന്നത്. അതുകൊണ്ട് ശിവ അകത്തേക്ക് കയറാനൊന്നും മടിച്ചു നിന്നു. പപ്പ പറഞ്ഞിരുന്നു ഇയാൾ വരുമെന്ന്. അകത്തേക്ക് വരൂ. അത് കേട്ട് ശിവ അകത്തേക്ക് കയറി. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്, ശിവ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. പപ്പ കുളിക്ക, ഇപ്പ വരും. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സത്യ പറഞ്ഞു. മറുപടിയായി ശിവ ഒന്ന് തലയാട്ടി. ഞാൻ ഇന്നലെ ഇയാളോട് കുറച്ച് റൂഡായിട്ട് പെരുമാറി, അതിന് സോറി കേട്ടോ. പെട്ടെന്ന് പപ്പ അങ്ങനെ ഒരു സിറ്റുവേഷനെ കണ്ടപ്പോ എനിക്ക് ഷോക്കായി. പിന്നെ പപ്പയാണ് പറഞ്ഞു ഇയാളുടെ ഭാഗത്താണ് ശരിയെന്ന്. പപ്പ എന്തോ ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിരുന്നു. മറുപടിയായി ശിവ വീണ്ടും തലയാട്ടി. പക്ഷേ എത്ര ദേഷ്യം വന്നാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കണ്ണന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവില്ല എന്റെ പപ്പയ്ക്ക്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കണ്ടേ? സത്യ പറയുന്നത് കേട്ട് അവളെ തന്നെ നോക്കി അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു ശിവ. പഴയ സത്യയുടെ സ്വഭാവമല്ല ഇപ്പോഴത്തെ സത്യക്കെന്ന് അവന് തോന്നി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശിവയുടെ ഓപ്പോസിറ്റായുള്ള ചേരി വന്നിരുന്ന സത്യ ചോദിച്ചു. എന്താ? ഇയാൾക്ക് ഇതിനു മുമ്പ് എന്നെ പരിചയമുണ്ടാ? അത് കേട്ടത് ശിവയുടെ ഹൃദയമെടുപ്പ് വല്ലാതെ വീരാൻ തുടങ്ങിയിരുന്നു. അതെന്താ അങ്ങനെ ചോദിക്കാൻ? ശിവ പതർച്ചോടെ ചോദിച്ചു. വേറൊന്നല്ല, നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇയാൾ എന്നെ അന്തം വിട്ട് അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. അന്ന് ഞാൻ പപ്പയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു ഇയാളെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നെന്നും കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ അത്ഭുതമാണെന്നും. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. കുറച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലെവിടേക്കോ ഈ മുഖം മിന്നിമായുന്നുണ്ട്, പക്ഷെ ഒന്ന് ക്ലിയർ അല്ല. അത് കേട്ടതും ശിവയുടെ മനസ്സമാധാനം മുഴുവൻ പോയിരുന്നു. 3 വർഷം മുമ്പ് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായേ, അതോടെ ഒരു മെമ്മറി ലോസ്. പഴയതൊന്നും ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ, കണ്ണന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ, അമ്മ, ബ്രദറിന്റെ ഭാര്യ. അപ്പൊ ഇയാൾ മാരീഡാണോ? ഓ ഗുഡ്. വൈഫിന്റെ നെയിം എന്താ? പാർവണ. ലവ് മാരേജ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ആണോ? പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതെന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇത്രയും നേരം ദേഷ്യപ്പെട്ട മുഖത്തിരുന്ന ഇയാളുടെ മുഖം ഇപ്പൊ പാർവണ എന്ന് പറഞ്ഞപ്പോഴേക്കും മുഖത്തെ പുഞ്ചിരിയും കണ്ണിലെ തിളക്കൊക്കെ കണ്ടപ്പോ തന്നെ നോക്കി ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്റെ ജീവനാണ് അവള്. ഇപ്പൊ തന്നെ അവളെ ഒറ്റയ്ക്കാക്കി വന്നതിന്റെ പിണക്കത്തിലായിരിക്കും. ചെറിയ കുട്ടികളുടെ സ്വഭാവ പെണ്ണിന് ചെറിയ കാര്യം മതി വഴക്കിനും പിണക്കത്തിനും. അത്രയും നേരം മിണ്ടാതിരുന്ന ശിവ പാർവണയുടെ കാര്യം പറഞ്ഞപ്പോ മാത്രം വല്ലാതെ വാചാലനാകുന്നത് സത്യ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അതിൽ നിന്ന് തന്നെ അവന്റെ സ്നേഹം ആഴവും സത്യക്ക് മനസ്സിലായി. പാർവണിയുടെ ഫോട്ടോ കയ്യിലുണ്ടാ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ആ ഉണ്ട്. അവൻ വേഗം ഗാലറി ഓപ്പൺ ചെയ്ത് തറവാട്ടിൽ പോയിരുന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോ എടുത്ത് സത്യക്ക് കാണിച്ചു കൊടുത്തു. കരിമ്പച്ച കളർ ധാവണി എടുത്ത് ശിവയുടെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുന്ന പാർവണ. ശിവ ഇരു കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ടോൾ ബോയ് ഷോർട്ട് ഗേൾ, ഡെഡ്ലി കോമ്പിനേഷൻ. അവൾ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. ശിവ ഒന്ന് ഞെട്ടിയിരുന്നു. അപ്പോഴേക്കും ഡാഡി ഹാളിലേക്ക് വന്നിരുന്നു. പപ്പേ, ഇത് നോക്കിയേ, കണ്ണനും കണ്ണന്റെ വൈഫാണെന്ന്. അവൾ ശിവയുടെ ഫോൺ അയാൾക്ക് നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അയാളുടെ മുഖം ദേഷ്യത്തോടെ മുഴുകിയിരുന്നു. എന്നാൽ അത് സത്യ കാണാതിരിക്കാൻ അയാൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓ നോ നോ നോ, ബോൺ ഫോർ ഈച്ച് അതർ അല്ലേ പപ്പേ? അയാൾ പതിയൊന്ന് മൂളി. മോളകത്തേക്ക് പൊക്കോ, പപ്പയ്ക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കേട്ട് സത്യ അകത്തേക്ക് പോയി. നിന്റെ തീരുമാനം മാറ്റിയോ? ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യട്ടെ? അത് കേട്ടതും ശിവ ഷർട്ടിന്റെ സ്ലീവ് അല്പം കയറ്റി ഇരുന്നിടത്തുനിന്ന് എണീറ്റു. ഡാഡിന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ ഇനി വേറെ ചിലത് വിളിപ്പിക്കരുത്. പിന്നെ ഞാൻ ഇവിടേക്ക് വന്ന് എന്റെ തീരുമാനം മാറ്റിയ കാര്യം പറയാനല്ല. ഇനി നിങ്ങളുടെ നിഴൽ പോലും എന്റെ പെണ്ണിന്റെ മേൽ വീഴരുതെന്ന് പറയാനാണ്. ഇനി അവളെ അപായപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും ശിവ പിന്നെ പറയില്ല, പ്രവർത്തിച്ചു കാണിക്കും. അയാളെ നോക്കി ശിവ വാണിങ്ങോടെ പറഞ്ഞു. എത്ര നാൾ നീ അവളെ കൂടെ കൂട്ടും? സത്യ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അവളുടെ അവസ്ഥ എന്താണ്? അവളായി തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പൊക്കോളും. തിരിഞ്ഞു നടക്കുന്ന ശിവയെ നോക്കി അയാൾ പറഞ്ഞു. എന്നാൽ ശിവ അതൊന്നും ശ്രദ്ധിക്കാതെ പോലെ പുറത്തേക്ക് പോയി.
പക്ഷെ അയാളുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തന്നെ തറച്ചിരുന്നു. തിരിച്ചുള്ള യാത്രയിലുടനീളം ശിവയുടെ മനസ്സിൽ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പാർവണയോട് എങ്ങനെ പറയുന്ന ചിന്തയായിരുന്നു. ഫോണിന്റെ വൈബ്രേഷൻ കേട്ടാണ് പാർവണ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ശിവയുടെ ഫോണാണ്. അവൾ കൈ എത്തിച്ച് ബെഡിന്റെ അറ്റത്തുള്ള ഫോൺ എടുത്തതും അവളുടെ കൈ തട്ടി കോൾ അറ്റൻഡ് ആയിരുന്നു. കണ്ണ, ഞാനായിട്ട് ഇപ്പൊ നിന്റെ ഭാര്യയോട് സത്യം ജീവിച്ചിരിക്കുന്ന കാര്യം പറയുന്നില്ല. നീ തന്നെ എല്ലാം തുറന്നു പറയണം. എനിക്ക് ഉറപ്പുണ്ട് സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവൻ നിന്നെ ഇന്ന് ഒഴിഞ്ഞു പോകുന്നു. ഇനി അവൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ അവൾക്ക് നൽകാം. എനിക്ക് എൻ്റെ വാക്കുമുള്ള സന്തോഷമാണ് വലുത്. പാർവണ തൻ്റെ കണ്ണിൽ എല്ലാം ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവൾ പോലും അറിയാതെ ഫോൺ ബെഡിലേക്ക് വീണിരുന്നു. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. സത്യ, അവൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതാണ് അവൻ എന്നോട് ദേഷ്യപ്പെട്ടെ. അവനെപ്പോഴും അവളോടാണ് ഇഷ്ടം. ഇല്ല, ശിവ എൻ്റെയാണ്, എൻ്റെ മാത്രം. അവനങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒപ്പം പാർവണ തൻ്റെ ഒരു കൈ വയറിന് മുകളിലായി വെച്ചിരുന്നു. അവൾ കേട്ടതെല്ലാം സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് ശിവയുടെ അരികിലേക്ക് നടന്നു. ശിവ ബാൽക്കണിയിലെ ഊഞ്ഞാലി കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അബോധാവസ്ഥയിലും അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാർവണ അവന് മുന്നിലാണ് മുത്തുകുത്തിയിരുന്നു. ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സത്യ, സത്യ സോറി. അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവനിൽ നിന്ന് ഉയരുന്ന മദ്യത്തിന്റെ ഗന്ധത്താൽ അവൾ നന്നായി മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ അതിനേക്കാൾ അവളെ തളർത്തിയത് അവൻ അബോധാവസ്ഥയിൽ പോലും പറയുന്ന സത്യയുടെ പേരാണ്. ശിവയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അവിടെ വെച്ച് ഞാൻ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. സത്യ ജീവിച്ചിരിക്കുന്നുണ്ട്. അവൾ ശിവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനാണ് അവർക്കിടയിലെ തടസ്സം. പാർവണ പദം പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. സത്യ സോറി. എനിക്ക് നിന്നെ ഇനി സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പാർവണയില്ലാതെ പറ്റില്ല. എൻ്റെ ജീവശ്വാസം പോലും അവളാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ ലോകത്തേക്ക് വരാൻ പോവാ. അച്ഛൻ്റെ പൊന്നുമോള്. ശിവ ഉറക്കത്തിൽ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. പക്ഷെ അതൊന്നും കേൾക്കാൻ പാർവണ അവിടെ ഉണ്ടായിരുന്നില്ല. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് ശിവ കണ്ണു തുറന്നത്. പുറത്ത് നല്ല മഴയാണ്. നേരം വെളുത്തിട്ടില്ല. റൂമിൽ വന്ന് സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവൻ ബെഡിൽ പാർവണയെ കാണുന്നില്ല എന്ന് മനസ്സിലായത്. അവൻ താഴെയെല്ലാം ചെന്ന് നോക്കിയെങ്കിലും അവനെ കാണാനില്ല. അവൾ വീണ്ടും റൂമിലേക്ക് വന്ന് അവളുടെ ഫോണിലേക്ക് വിളിക്കാനായി തൻ്റെ ഫോൺ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ടേബിളിന് മുകളിലിരിക്കുന്ന തൻ്റെ ഫോൺ കണ്ടത്. ഫോൺ എടുത്തപ്പോഴാണ് അതിനിടയിൽ വെച്ചിരിക്കുന്ന ഒരു പേപ്പറും മറ്റു കുറച്ച് സാധനങ്ങളും കണ്ടത്. ഞാൻ പോവാ ശിവ. ഞാൻ ഇനി നിൻ്റെയും സത്യയുടെയും ഇടയിൽ ഒരു തടസ്സമായി വരില്ല. നീ സന്തോഷമായിട്ട് ജീവിക്കണം. നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നമ്മുടെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം. അവകാശം പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരില്ല. നീ എനിക്ക് ചാർത്തിയ താലി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് വേണ്ട. ആ കത്തിൻ്റെ ഒപ്പം അവൻ അവൾക്ക് നൽകിയ മോതിരവും പാദസരവും മറ്റു ചില സാധനങ്ങളും വെച്ചിരുന്നു. അതെല്ലാം കണ്ട് അവൻ നിലത്തേക്ക് തളർന്നിരുന്നു. പാർവണയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റൂമിൽ നിന്നും തന്നെ റിങ് കേട്ടു. അതിൽ നിന്നും അവൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് മനസ്സിലായി. പാർവണ കുഞ്ഞ്, എന്നെ വിട്ട് പോവല്ലടി. എനിക്ക് നീയില്ലാതെ പറ്റില്ലടി. ശിവ മുടിയിൽ കൈകോർത്ത് വലിച്ച് ഉറക്കെ അലറി. അവന്റെ ശബ്ദം കേട്ട് റൂമിലുള്ള എല്ലാവരും ഉണർന്നിരുന്നു. എടുത്തുമ്പി, ഇത് കുറെ നേരമായില്ലോ. മതി, നമുക്ക് തിരിച്ചു പോവാം. ബൈക്കിൽ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ആര് പറഞ്ഞു. കുറച്ചു ദൂരം കൂടെ പോവാരു. അവളുടെ അമ്മൂമ്മയുടെ ഒരു നൈറ്റ് റൈഡ്. ഇതിപ്പോ എവിടെ എത്തിയെന്ന വിചാരം. അവൾ അത് പറഞ്ഞ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ബൈക്ക് വീണ്ടും കുറെ ദൂരം മുന്നോട്ട് പോയതും ആരു വണ്ടി ചെറിയൊരു ചായക്കടയുടെ മുന്നിൽ നിർത്തി. ഇറങ്ങ്, നമുക്കൊരു ചായ കുടിക്കാം. നമ്മളെവിടെ എത്തിയാരു? അവൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. നമ്മൾ തൃശ്ശൂരും കടന്ന് പാലക്കാടും കഴിയാറായി. ഇനി കുറച്ചു ദൂരം കൂടെ പോയാൽ പാലക്കാട് തമിഴ്നാട് ബോർഡറാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ആരു? ആരും കാണാതെ കണ്ടുപിടിക്കാത്ത ഒരിടത്തേക്ക്. നിനക്കെന്താ പ്രാന്തായോ പെണ്ണെ? നിന്നെന്തിനാ അളിയൻ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അത് പറഞ്ഞ അവൻ കടയ്ക്ക് മുന്നിലെ ബെഞ്ചിലേക്ക് ഇരുന്നു. ചേട്ടൻ 2 ചായ. കടക്കാരൻ ചായ അവർക്ക് കൊടുത്തു. ആര് ചായ ഊതി ഊതി കുടിക്കാൻ തുടങ്ങി. നോക്കിയിരിക്കാതെ കുടിക്കു തുമ്പി.
അവനത് പറഞ്ഞു പറയണ 2-3 സിപ്പ് എടുത്തു. അതേപോലെ മൊത്തം ഛർദ്ദിക്കുകയും ചെയ്തു. എന്താടി തുമ്പി വയ്യേ? ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇത്രയും ദൂരം വരണ്ടാന്ന്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ വിളിച്ചൊന്ന് പറയട്ടെ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട് ആരോ. എണീപ്പിക്കാൻ ഒരുങ്ങിയ ആരുവിൻ്റെ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് പാറോണ പറഞ്ഞു. എന്താടി? ഞാൻ ശിവയോട് പറയാതെയാണ് ഇവിടേക്ക് വന്നത്. ഞാൻ നിന്റെ കൂടെയാണെന്ന് അവനറിയില്ല. നീ എന്തൊക്കെയാ തുമ്പി പറയണേ? രാത്രി നീ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്നില്ലേ? അപ്പൊ നീയല്ലേ പറഞ്ഞത് നിനക്കൊരു നൈറ്റ് റൈഡ് പോകണമെന്നും അളിയനോട് പറഞ്ഞിട്ടുണ്ടെന്നും? ആ ഉറപ്പില്ലല്ലേ ഞാൻ നിന്നെ കൂടെ കുട്ടിയെ? ചായക്കടയിലെ മണം മൂക്കിലേക്ക് അടിച്ചതും പാറോണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ ഛർദ്ദിക്കാൻ തുടങ്ങിയത് ആരുവിനാകെ പേടിയാവാൻ തുടങ്ങിയിരുന്നു. തുമ്പി, ഡീ എന്താടി പറ്റിയേ? പാറോണ അപ്പോഴേക്കും തളർന്നു വീഴാൻ പോയിരുന്നു. ആരും അവളെ താങ്ങി നിർത്തി. ശേഷം ബെഞ്ചിലേക്ക് തന്നെ എത്തി. ഇതെന്തെങ്ങനെ? നീ എന്തെങ്ങനെ തളർന്നേ? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിൽക്കാരു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ടെന്ന്. അത് കേട്ട് ആരു അവളുടെ അരികിലായിരുന്നു. ആരു, നീ ഒരു മാമനാവാൻ പോവാടാ. അത് പറഞ്ഞതും ആരുവിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ അത് ദേഷ്യത്തിലേക്ക് വഴിമാറി. ഡി, നിനക്കെന്ത് ഇത്ര ബോധല്ലേ? ഈ അവസ്ഥയിലാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. എന്തെങ്കിലും സംഭവിച്ചാലോ? നല്ല ഒട്ടി വെച്ച് തരുക വേണ്ടേ? എന്റെ നീ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാരോ? നിനക്ക് എന്താ അവസ്ഥ? ഞാൻ അളിയനെ വിളിച്ച് പറയാൻ പോവാ. ഉടൻ തന്നെ ഇവിടേക്ക് വരാൻ പറയണം. അവൻ ഫോൺ എടുത്തും പാറോണ അത് പിടിച്ചു വാങ്ങി. എനിക്കിനി ശിവയുടെ അടുത്തേക്ക് തിരിച്ചു പോവണ്ട. എന്നേക്കായാണ് ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയത്. പാറോണ നടന്ന കാര്യങ്ങളെല്ലാം ഒരു വിതുമ്പലോടെയാണ് ആരുവിനോട് തുറന്നു പറഞ്ഞത്. നീ ഇങ്ങനെ കരയാതെടി, ആരോളെ ചേർത്ത് പിടിച്ചോണ്ട് ആശ്വസിപ്പിച്ചു. എനിക്ക് തോന്നുന്നില്ല തുമ്പി അളിയൻ നിന്നെ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം നിന്റെ തോന്നലാണെങ്കിലോ? വെറും ഒരു തോന്നലിനെ പുറത്ത് ഞാൻ എൻ്റെ ജീവിതം ഇട്ടെറിഞ്ഞു വരൂ ആരു. ഞാൻ കേട്ടതാ ശിവയുടെ അച്ഛൻ പറഞ്ഞത്. എന്നാലും ആരു, ഞാനെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക. ഇതെല്ലാം അറിയുമ്പോൾ നീ എൻ്റെ ഒപ്പം നിൽക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് നീയല്ലേടി തുമ്പി. നീ പറയ്, അതുപോലെ ഞാൻ ചെയ്യാം. നീ ആദ്യം വീട്ടിലേക്ക് വിളിച്ചു അച്ഛനോട് പറയ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. നമ്മളൊരു യാത്ര പോവാന്ന്. പാറോണ പറഞ്ഞ പോലെ അവൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൻ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. എന്നാ നമുക്ക് പോവാം. അവരുടെ ബൈക്ക് തമിഴ്നാട് ബോർഡർ കടന്ന് മുന്നോട്ട് കുതിച്ചു. പാർവണ കുഞ്ഞി, എന്നെ വിട്ട് പോവില്ലടി. എനിക്ക് നീയില്ലാതെ പറ്റില്ലടി. ശിവ മുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് ഉറക്കെ അലറി. അവന്റെ ശബ്ദം കേട്ട് ദേവ റൂമിലേക്ക് ഓടി വന്നു. ശിവ, ദാ എന്തു പറ്റി? പാർവണ, അവളോട് പോവല്ലെന്ന് പറ ദേവ. ശിവ ഉറക്കെ പറഞ്ഞു. ദേവ അവന്റെ അരികിലിരുന്ന് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങളായി നീ എന്ന് ഈ സ്വപ്നം തന്നെയാണല്ലോ കാണുന്നത് ശിവ. നീ അത് തന്നെ ആലോചിച്ച് കിടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ. എന്തിനാ അവൾ എന്നെ വിട്ടു പോയത് ദേവ? നീ വീണ്ടും അത് തന്നെ പറഞ്ഞിരിക്കാതെ ശിവ. അവള് നിന്നെ വിട്ടു പോയിട്ട് 1.5 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അവളുടെ ഓർമ്മയിൽ നിന്നും മോചിതനാകാതെ ഇരിക്കുന്നു. പക്ഷെ അവളോ? എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലടാ. എന്റെ കുഞ്ഞ്, എല്ലാവരും എന്നെ തനിച്ചാക്കി പോയില്ലേ. നീ മറക്കണം ശിവ. അവൾ നിന്നെ മറന്ന് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി നീയായിട്ട് അവളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാതിരിക്കാനാണ് അവരുടെ വീട്ടുകാർ അവൾ എവിടെയാണ് പറഞ്ഞു തരാത്തെ. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവൾ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നിന്റെ കുഞ്ഞ് അത് അബോർഷനായി എന്ന് ആര് പറഞ്ഞല്ലോ? പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് ഈ കാത്തിരിക്കണേ? ഇല്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവളും എൻ്റെ കുഞ്ഞും ഈ ലോകത്തെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എന്നോടുള്ള വാശി തീർക്കാനാണ് അവൾ മറിഞ്ഞിരിക്കണേ. പക്ഷെ എത്ര നാൾ അവൾ ഇങ്ങനെ ഒളിച്ചിരിക്കും? ശിവ, കൂൾ. നിനക്കിപ്പോ വേണ്ടതൊരു ചേഞ്ചാണ്. അത് ഈ റൂമിൽ തന്നെ ഇരുന്ന കിട്ടില്ല. 1.5 കൊല്ലം നീ സ്വയം നേറിയില്ലാതായില്ലേ. മതി. നീ വീണ്ടും ജോലിക്ക് കയറാന്ന് ഒരു വാക്ക് തന്നതല്ലേ, അത് നീ മറന്നോ? ഇല്ല, ഓർമ്മയുണ്ട്. ദാ നിനക്കുള്ള അപ്പോയിൻമെന്റ് ലെറ്ററാണ്. നീ പറഞ്ഞ പോലെ ദൂരെയുള്ള ഹോസ്പിറ്റലിലാണ് ജോബ് റെഡി ആയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും കുറച്ചു കാലം നീ മാറി നിൽക്കുക. എവിടെയാ? കൊൽക്കത്ത, ദ സിറ്റി ഓഫ് കളേഴ്സ്. അത് കേട്ട ശിവ പുച്ഛത്തോടെ ചിരിച്ചു. സിറ്റി ഓഫ് കളേഴ്സ് പോലും. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിറങ്ങളും നൽകിയത് അവളാണ്.
പെട്ടെന്ന് ഒരു ദിവസം ആ നിറങ്ങളെല്ലാം തിരിച്ചെടുത്ത് ഇരുട്ടിലേക്ക് തള്ളിവിട്ട് അവൾ പോവുകയും ചെയ്തു. അത് പറഞ്ഞ് ശിവ നേരെ ബാൽക്കണിയിലേക്ക് പോയി. ഇല്ല ശിവ, ഈ യാത്ര നിന്റെ ജീവിതം നിറം പകരേ ഉള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ നഗരത്തിലേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കുന്നത്. പാറു, എത്ര നാളെ നീ ഇവന് മുന്നിൽ ഒളിച്ചിരിക്കും? നീ എവിടെയാണെന്ന് അറിഞ്ഞിട്ടും എനിക്കത് ഇവനോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. നിനക്ക് തന്ന ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. പക്ഷെ ഇനി അവനായിട്ട് തന്നെ എൻ്റെ അരികിലേക്ക് എത്തിച്ചേരും, അവൻ പോലും അറിയാതെ. ശിവ പോകുന്നു നോക്കി ദേവ മനസ്സിൽ ഉരുവിട്ടു. മോളെ പാറു, നിന്റെ ഡ്യൂട്ടിക്ക് ടൈം കഴിഞ്ഞല്ലോ, ഇറങ്ങാറായില്ലേ? ദാ കഴിഞ്ഞു ജാനകി ചേച്ചി. റൂം നമ്പർ 357 പേഷ്യൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങാം. ഇങ്ങതാ, ഞാനത് ചെയ്തോളാം, നീ ഇറങ്ങിക്കോ. നീ വീട്ടിലെത്തിയിട്ട് വേണ്ടേ രശ്മിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ? ആർദ്രവ് വരുമോ നിന്നെ കൂട്ടാൻ? വരും ചേച്ചി, കണ്ണൻ താഴെ എത്തിന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പിന്നെ മോളെ, നാളെ മുതൽ കുറച്ച് നേരത്തെ വരാൻ നോക്കിട്ടാ. ഇനി മുതൽ നേരം വൈകി വരലൊന്നും നടക്കുന്നു തോന്നണില്ല. പുതിയ ഹെഡ് നാളെ ചാർജ് എടുക്കും. കേരളത്തിൽ നിന്നുള്ള ഡോക്ടറാണെന്നാ പറഞ്ഞ കേട്ടെ. അയ്യോ ചേച്ചി, നാളെ ഞാൻ കുറച്ച് ലേറ്റ് ആവും. നാളെയാണ് കുഞ്ഞിന് പോളിയോ എടുക്കണ്ടേ. നാളെയാണോ? എന്നാ പോകുന്ന വഴി ഞാൻ സൂപ്രണ്ടിനോടൊന്ന് പറഞ്ഞേക്കിട്ടാ. അല്ലെങ്കിൽ ആ മറുതയ്ക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇനി ഇത് പറയാതിരുന്ന നാളെ ഹെഡ് വരുമ്പോൾ കുറച്ച് എരിവും പുളിയും കൂടെ ചേർത്ത് പറയും. ഞാൻ പറയാം ചേച്ചി. എന്നാ ഞാൻ ഇറങ്ങാട്ടോ. കാരണം ബാഗ് എടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി. ദേവ, എന്നാ ഞാൻ ഇറങ്ങാ. അമ്മ, ദേവു, ഞാൻ പോയി വരാം. വാവച്ചി, ഞാൻ പോവാട്ടോ. ദേവുന്റെ അല്പം ഉന്തിയ വയറിലേക്ക് നോക്കി ശിവ പറഞ്ഞു. എല്ലാവരോടും കണ്ണുകൊണ്ട് ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞു ശിവ തൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ശിവ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ നല്ല ദൂരം ഇല്ലേ ദേവേട്ട? അത്രയും ദൂരം ഒറ്റയടിക്ക് അതൊക്കെ അവൻ പൊക്കോളും. നിങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ദേവ അമ്മയെയും ദേവുനെയും നോക്കി പറഞ്ഞുകൊണ്ട് ദേവ അകത്തേക്ക് പോയി. അപ്പോൾ ഈ പാർട്ടി കഴിഞ്ഞു. ചില വേർപിരിയലുകൾ അതിനേക്കാൾ ഇരട്ടി സന്തോഷം തരുന്ന സംഗമത്തിനാണെങ്കിലോ എത്തിച്ചേരുക. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യട്ടോ. ശിവയും പാർവണയും വെറുതെ ഒന്നും പിരിക്കില്ല എന്നറിയാലോ. അപ്പോൾ നമുക്ക് നല്ലൊരു വാർത്തയായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.